ശാരീരിക ദുരിതങ്ങൾ, ജീവിത ദുരിതങ്ങൾക്കുമെതിരെ ദൈവിക ശാസന പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ അഭിഷേക സമയത്ത് മക്കളെ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് നിങ്ങളെ അവിടുത്തെ തിരുമുറുപാർന്ന വലതുകരം കൊണ്ട് സ്പർശിച്ചുകൊണ്ട് വിടുതൽ നൽകിക്കൊണ്ടും സൗഖ്യം നൽകിക്കൊണ്ടും ഇരിക്കും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് എല്ലാ മക്കളുടെ മേലും നിന്റെ പരിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജോലി തടസ്സങ്ങള്, എന്തിനു വേണ്ടിയാണോ എൻ്റെ മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസനെ കണ്ണിനിടുന്നത്, ആ ഓരോ കണ്ണുനീരുകളും ഓരോ വേദനകളും ഓരോ രോഗങ്ങളും, ഓരോ ശിഷ്ടരോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, അർശസ് രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, ബ്ലോക്ക് രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ, കരളിൻ്റെ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള കുടൽ രോഗങ്ങൾ, നടുവേദനയുടെ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ രോഗങ്ങൾ, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങൾ, തലമുടി കൊഴിയുന്ന രോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. തീരവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന. ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു തിരുമുൻപിനാ അടിമോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു തിരുമുൻപിനാ അടിമോടെ നോക്കണമേ. ആരാധന, ആരാധന ശ്രീഹേ ആരാധന. ഹല്ലേലൂയ, 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 മത്തായി 6:34. മത്തായി 6:34. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ ഉണ്ടാകും. ഇൻബിൽട്ടാ, എൻ്റെ കൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഒരു അസംബിൾഡ് ആക്സസറി അല്ല, അതിനോട് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ആക്സസറി അല്ല, ഇൻബിൽട്ടായിട്ട് വരണതാണ്, അതിൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്. ഈ ഓരോ ദിവസവും ചിലപ്പോൾ ഭർത്താവിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം. ഞാൻ രാവിലെ കർത്താവുമായിട്ട് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ ആളാണ്, 3 മണിക്ക് എഴുന്നേറ്റ ആളാണ്.
അപ്പോൾ ഈശോയോട് കുറച്ചു നേരം ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയാണ് സ്വർഗം, സ്വർഗത്തിൽ നീ പറയുന്ന ത്രില്ലുണ്ടാകത്തില്ലെന്ന്. ഞാൻ തന്നെ പൊളിച്ചു പോയി, ഇങ്ങനെയൊക്കെ പറയണമെന്ന്. നമ്മുടെ ഈ സ്വർഗം പോയിട്ടല്ലേ ഇയാളിൻ്റെ കൂടെ നടക്കണം. അപ്പം സ്വർഗത്തിൽ ക്ലേശങ്ങളില്ല, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമേ ക്ലേശങ്ങളുള്ളൂ. ക്ലേശങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരു അവസരമുള്ളത് ഇവിടെയാണ്. അതാണ് ഭൂമിയാണ് സ്വർഗമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂമിയാണ് നമ്മൾ എർത്ത് ഈസ് അവർ ഹോം എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ ഒരു അവറേഷൻസാണ്, ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില സാധനങ്ങളാണ്. എർത്ത് നമ്മുടെ ഹോമൊന്നുമല്ല. നമുക്ക് എർത്ത് നമ്മുടെ ഹോമാണെങ്കിൽ പിന്നെ ഈശോ ഉയർത്തുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് എപ്പോഴും നിത്യത തന്നെ നമ്മുടെ ലക്ഷ്യം. പക്ഷേ വേറെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള പുണ്യമുണ്ട്. ഭൂമിയുടെ ജീവിതത്തിന് നമ്മുടെ ആശാൻ പറഞ്ഞ പോലെ അവനീ വാഴ്വ് കിനാവ് കഷ്ടമൊന്നുമല്ല. അവനിയിലെ വാഴ്വ്, ഭൂമിയിലെ ജീവിതം കിനാവ് കഷ്ടം, സ്വപ്നം പോലെ, അങ്ങനെ സ്വപ്നമൊന്നുമല്ല. ഭൂമിയിലെ ജീവിതം കൊണ്ടാണ് നമ്മൾ കുരിശിനെ കൃപയാക്കി മാറ്റേണ്ടത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിക്കുന്നൊരു ജീവിത പങ്കാളി നമുക്കെന്തൊരു നേട്ടമാണ്. നിൻ്റെ നന്മകൾ അംഗീകരിക്കാത്ത അയൽവാസി, ഇവരെ കൊണ്ടാണ് നമ്മൾ സ്വർഗം പണിയണത്. നമ്മൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഡിലീറ്റായി പോകുന്ന നമ്മുടെ മക്കൾ, ഇത്രയും നാൾ വളർത്തിയെടുത്തില്ലേ നമ്മൾ അറിഞ്ഞ കാലത്തും അറിയാത്ത കാലത്തും വളർത്തിയെടുത്ത അമ്മമാർക്ക് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ മക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്ക് വേദനിക്കും. ദാറ്റ്സ് ഇറ്റ് സേ. അപ്പം അങ്ങനെയുള്ള ഈ ഇന്നർ ഫീലിങ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഈ മരിയൻ സോഫ്റ്റ്വെയർ, മരിയൻ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, കുരിശ് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ടാക്കി അതിലൂടെ കൃപ ജനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടയാൾ അമ്മയാണ്. അമ്മയ്ക്ക് ഹെവി ലോഡായിട്ടൊരു ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അവരോട് ഇവരോടൊക്കെ വിളിച്ച് പറയത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ നോക്കണം. അവനെ വിളിച്ചു പറഞ്ഞു, മരുമകൾ പ്രശ്നം ഉണ്ടാക്കിയ മകളെ വിളിച്ചു പറഞ്ഞു. പലരും പണി മേടിച്ചിരിക്കുന്നത് ഈ മക്കളെ കൊണ്ട് തന്നെയാണ്. കാര്യം മരുമകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? മകളെ വിളിച്ചു പറയും. അവൾ താടകയും സൂർബണകമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 1.5 വരവാണ്. അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാവും. ചവിട്ടിക്കൂട്ടും മരുമകളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആദ്യങ്ങൾ പായ്ച്ചുകളെ അവിടെ. അപ്പം ഈ ഇഷ്യൂ ഉണ്ടാക്കണ എന്താണ്? ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി നിലനിൽക്കത്തില്ല, അതുകൊണ്ടാണ് നിൽക്കത്തില്ല. അതാണ് സംഭവം. ഐസ് കട്ട പെയിൻ്റ് അടിക്കണ പോലെ ഇരിക്കും. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അതാണ് സാധനം. ഈ വിഷയത്തെയാണ് എടുത്തിട്ട് നമ്മൾ മാതാവിനെ പോലെ വിഷയങ്ങളുണ്ടാവും. കർത്താവ് എന്താ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ഓരോരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് പറഞ്ഞത് എന്താ? ക്ലേശങ്ങൾ ഉണ്ടാവേണ്ടതാണെന്നല്ലേ. ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞേ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകാരൂപി നമ്മളിൽ ഉണ്ടെങ്കിലും
നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവർ നമ്മെ കൊച്ചാക്കി, ഇവർ നമ്മെ ചെറുതാക്കി എന്നൊക്കെ പറയത്തില്ലേ. അതായത് ദൈവം അവരിലൂടെ നമ്മളെ ഞെരുക്കി എന്ന് വേണേൽ കരുതുന്നത് തെറ്റില്ല. അവർക്ക് പിശാചാണെന്നുള്ളതാണ് നമ്മൾ പറയണത്, അതല്ല ശരി. നമ്മളെ ഞെരുക്കുന്നതിലും ഞെരുക്കി കുരിശിനെ കൃപയാക്കുന്നതിലും ദൈവത്തിനൊരു പങ്കുണ്ട്. അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് മനുഷ്യരെ. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടി വരും, ചില കാര്യങ്ങളെ വിട്ടുകളയേണ്ടി വരും. കർത്താവിനെ ലീവ് ഇറ്റ് എസൈഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് പല കാര്യങ്ങളും വിട്ടുകളയാണ് നല്ലത്. കർത്താവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വർഗമുണ്ടായിരുന്നു. ആരാണ്? ഫരിസീസ്. കർത്താവ് എവിടെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ കർത്താവിനെ കൊടുക്കാമെന്നും പറഞ്ഞ് നടന്ന ആൾക്കാരുടെ നിയമജ്ഞര്. അത് എല്ലാ ദിവസവും ഇവർ പുറകെ ഉണ്ടാകും, രഹസ്യ പോലീസ് പോലെ. അതുകൊണ്ടാണ് കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. എപ്പോഴും കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. സാബത്ത് ദിവസം ഈ കക്ഷി പത്രോസ് അന്യൻ്റെ വയലിൽ നിന്ന് ഗോതമ്പ് കട്ട് കയ്യിലിട്ട് തിരുമ്പി തിന്നില്ലേ? ആ സമയത്ത് പരിസേര് പിടിച്ചല്ല, കൈയോടെ പിടിച്ച്. അപ്പോൾ ഇതാണ് സാബത്ത് ലംഘിക്കുന്ന പരിപാടിയാണല്ലേ. മോസസിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പിന്നെ നീ എന്നാ സുവിശേഷത്തോടെ പറയണം, നീ കള്ളപ്രവാചകനാണെന്ന് ഉടനെ കർത്താവിനെ അവർ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ പത്രോസ് വിചാരിച്ച് ഇപ്പം തന്നെ ഈശോ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഡിസ്മിസ് ചെയ്തില്ല, പത്രോസിൻ്റെ കൂടെ കൂടി. എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, അവൻ തിന്നട്ടെ, അവന് വിശന്നിട്ടല്ലേ. ദാവീദും അനുചരന്മാരും ഒക്കെ വിശന്നപ്പോൾ എന്താ ചെയ്തത്? ദേവാലയത്തിൽ പോയി. അപ്പോൾ ഈശോ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, കണ്ടില്ലേ? ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാ. ഈ ഈശോനെ ഒരിക്കൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോകത്തില്ല. പ്രിസലാണ്. അതാണ് ഈശോ പറയണത്. അത് ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈശോ എന്താ പറയണത്? ലീവ് ഇറ്റ് എസൈഡ്. അവരെ വിട്ടേക്കാൻ പറയും. പിന്നെ അവരുടെ ചോദ്യമുണ്ടാക്കരുത് നിങ്ങൾ. അതാണ് അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. കണ്ട ആ വാക്ക് കണ്ട ശ്രുതികണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അവർ അന്തരെ നയിക്കുന്ന അന്തൻ അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇരുവരും കുഴിയിൽ വീഴും. അപ്പം അവരെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കുഴി വീഴുമെന്നായി പറയണത്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരണവരും അവർ നമ്മളെ ചോദ്യം ഉണ്ടാക്കി. ഇപ്പം അച്ഛൻ നിങ്ങൾക്കറിയാമില്ല, എനിക്ക് വേണത് ഒരു 170ഓളം വീഡിയോ എനിക്കും കൃപാസനത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലേ? ഇത്രയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയോ ഞാൻ അവരോട് സംസാരിക്കുകയോ ഈ ആൾക്കാരെ തിരക്കി പോയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കും. കർത്താവിൻ്റെ നിലപാടുണ്ട് നമുക്കിത് ഈ കാര്യത്തിൽ. അവിടെ പോയി ഡയപ്പർ, പിന്നെ അവർക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള ഫുഡ് അതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കും. ഞാൻ ആ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഒരു തിരുവല്ലയിൽ ഒരു മോനുണ്ട്, ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ മകന് 7 വയസ്സുണ്ട്, പക്ഷേ 2 വയസ്സിൻ്റെ വളർച്ച മാത്രമേ ഉള്ളൂ. കിടക്കയിൽ നിന്നും എണീക്കില്ല. ആ മകൻ 1 മാസത്തെ മരുന്നിന് തന്നെ ഏതാണ്ട് 5000 രൂപയാകും. അപ്പോൾ ആ മരുന്നുകൾ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയപ്പർ എല്ലാം തന്നെ, ഫുഡ് എല്ലാം തന്നെ എന്നെക്കൊണ്ടാവും വിധമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും എനിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ആരെങ്കിലും ഇങ്ങനെ സഹതാപം ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ എൻ്റെ ഈശോയെ കണ്ടുകൊണ്ട്, എൻ്റെ ഈശോപ്പയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഈശോപ്പയെ സ്നേഹിച്ചുകൊണ്ട് അതെല്ലാം ചെയ്യാനായിട്ടുള്ള കൃപ എനിക്ക് കിട്ടി. പിന്നെ പത്രം കൊടുക്കുന്നത് ഓട്ടോ സ്റ്റാൻഡുകളിൽ, കടകളിൽ, പിന്നെ ഹോസ്പിറ്റലുകളിൽ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറയും, അമ്മേ ആർക്കിത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ പത്രവുമായിട്ട് ഇറങ്ങുവാണ്.
അപ്പോൾ ഇത് ആർക്കാണോ കൊടുക്കേണ്ടത് അവരെ എൻ്റെ മുന്നിൽ എത്തിക്കണം. ഞാൻ ഇത് കൊടുക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന കരങ്ങളെയും ആ കുടുംബത്തെയും അമ്മ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ അമ്മയുടെ സാക്ഷിയാക്കി അവരെ മാറ്റണം. ഞാൻ അവർക്ക് എൻ്റെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് ഞാനൊരു നിമിത്തമായി മാറുവാനുള്ള കൃപ അമ്മ എനിക്ക് നൽകണം. ആ കുടുംബത്തെയും ആ വ്യക്തികളെയും ഓരോരുത്തരെയായിട്ട് അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ പത്രം കൊടുക്കാറ്. ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഇതിൽ വലിയ ഒരു വിശ്വാസമുണ്ട്, എന്നാൽ വലിയ ആഴത്തിലുള്ള വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു ക്ഷമയില്ല, പെട്ടെന്ന് പോകണം, കാര്യം സാധിക്കണം, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരം ഞാൻ എങ്ങനെ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ ഹസ്ബൻഡ് വൈകുന്നേരം, ഞാനിവിടെ 8:30 വന്ന ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 4:30 അതുവരെ ഒരു കുഴപ്പമില്ലാതെ ക്ഷമയോടെ നിൽക്കുകയും പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയും ഞാനും കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓഫീസിൽ പോകുമ്പോൾ പത്രം കൊണ്ടുപോകും. അവിടെ കടകളിൽ, ഓഫീസുകളിലെ സ്റ്റാഫിനോ പിന്നെ റോഡിൽ ഇങ്ങനെ ഓട്ടോക്കാർക്ക് അങ്ങനെയൊക്കെ എൻ്റെ ഹസ്ബൻഡും പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒക്ടോബർ 28 ഞാനത് സിസ്റ്ററിനോട് പറഞ്ഞില്ല, ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നു. എനിക്കതിന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കൂട്ടില്ല, അത്രയും ദൂരം എനിക്ക് വരാനായിട്ട് തനിയെ അറിയില്ല. അപ്പം എനിക്ക് വരാൻ പറ്റിയില്ല. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് തിരക്കായതുകൊണ്ട് എന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ജപമാലയ്ക്ക് വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരമ്മച്ചിയാണ് എനിക്ക് ഒരു ജപമാല തന്നിട്ട് അത് ചൊല്ലേണ്ട വിധം പഠിപ്പിച്ച് തന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ജപമാല മുടങ്ങാതെ ചൊല്ലാറുണ്ട്. ബൈബിള് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ഈശോയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഒരു ബൈബിള് തന്നിട്ടുണ്ടായിരുന്നു. ആ ബൈബിള് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തവണ മുഴുവൻ വായിച്ച് തീർത്തതാണ്. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈശോയോട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ 2ാം തവണ വായിച്ചു കൊണ്ടിരിക്കുവാണ്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 3ാമത്തെ തവണയാണ്. മൂന്നാമത്തെ തവണ പകുതിയോളം ബൈബിള് വായിച്ചു. അങ്ങനെ 3 തവണയോളം ബൈബിള് വായിക്കാനായിട്ടുള്ള അനുഗ്രഹവും മാതാവ് തന്നു. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അതിനൊത്തിരി സങ്കടപ്പെട്ടു. അമ്മ മാതാവിനോട്, അമ്മ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുകൊണ്ട്. പക്ഷേ അന്ന് ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ഉപവാസം എടുത്തിട്ട് ഇവിടെ ജപമാല റാലി തുടങ്ങിയ സമയം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടിന് ചുറ്റും വേറെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൂടെ നടക്കാൻ പറ്റില്ല. ഞാൻ വീടിനുള്ളിൽ മുഴുവൻ റൂമിലും ഹാളിലും എല്ലാം കയറി ഇറങ്ങി നടന്ന് ഒരു 3 മണിക്കൂറോളം ഫുൾ ജപമാല ചൊല്ലി തീർത്തു. അങ്ങനെ ഇവിടുന്ന് ജപമാല റാലി അർത്തങ്കൽ പള്ളിയിൽ എത്തുന്ന ആ ടൈമും കൊണ്ട് ഞാൻ വീടിനുള്ളിൽ മുഴുവൻ നടന്ന് ജപമാല ചൊല്ലി തീർത്തു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവിനോട് അങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും എൻ്റെ ഈശോയിലും അമ്മയിലും എനിക്ക് അടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. പിന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ എൻ്റെ നിയോഗങ്ങൾ ഞാൻ അമ്മയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നിയോഗങ്ങൾ സാധിച്ചു കിട്ടണമെന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് നിയോഗങ്ങൾ അമ്മ എപ്പോൾ വേണേലും സാധിച്ചു തന്നോ, കുഴപ്പമില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ അമ്മ എപ്പോഴെങ്കിലും സാധിച്ചു താ. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അമ്മ എനിക്ക് അന്നേരം തന്നെ സാധിച്ചു തരണം, അമ്മയുടെ വലിയൊരു സാക്ഷിയാക്കി മാറ്റണം. പിന്നെ എൻ്റെ ഈ നിയോഗങ്ങൾ സാധിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മകളായി ഇനി ഉടമ്പടിയിൽ നിത്യതയോളം ജീവിക്കുവാനുള്ള കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. എൻ്റെ എല്ലാ ഭാരങ്ങളും അമ്മ മാതാവിൻ്റെ മുമ്പാകെ ഇപ്പം സമർപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും എൻ്റെ അപ്പയുടെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മകളായി നിന്നുകൊണ്ട് എനിക്ക് ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് തന്നെ സാക്ഷ്യം പറയാൻ ഞാൻ ഒരുങ്ങി വന്നതല്ല. ഇന്നലെ ധ്യാനം കഴിഞ്ഞു, മിനിഞ്ഞാന്ന് ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു സാക്ഷ്യം കണ്ടു.
അപ്പം സാക്ഷ്യം കണ്ടപ്പം അതിനകത്ത് പറഞ്ഞു, ഒരു ചേച്ചി പറഞ്ഞു, നിയോഗത്തിൽ വെച്ച സാക്ഷ്യങ്ങളല്ല, ഞാൻ ആദ്യം വേറൊരു സാക്ഷ്യം പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഓർത്തു, നിയോഗത്തിൽ വെച്ച സാക്ഷ്യങ്ങൾ നിയോഗം സാധിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് വെച്ചാണ് ഞാനിരുന്നത്. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഞാൻ ഇന്ന് ഉപവാസം എടുത്തു. ഇന്ന് ഉപവാസത്തോടെയാണ് ഞാനിവിടെ വന്ന് ഇന്നലെ മുതലേ ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഇന്നും ഉപവാസമെടുത്ത് പ്രാർത്ഥനയോടെയാണ് ഒരുങ്ങിയാണ് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മുമ്പാകെ വന്ന് നിന്ന് അപ്പയും അമ്മയും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും മകളായി നിന്നുകൊണ്ട് തന്നെ, ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന്, ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന്, വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം മാറ്റി ഒരു മകളായി ചേർത്ത് പിടിച്ചതിന് ഒരായിരം നന്ദി ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സമർപ്പിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് റൂബി. ഞാൻ ലൂർദ് മാതാ പച്ച ഇടവകയിൽ നിന്ന് വരുന്നു.